എന്തായാലും പറയണേ? പെൺകുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ചാ. ഒക്കെ നന്നായിട്ടുണ്ടെന്ന്. ഓഹോ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ചിരട്ടോടാണോ താല്പര്യം? കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ. ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ അതെ അതെ. ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക്. അതിങ്ങനെയായി. പണ്ടവും പണവും ഒന്നും ചോദിക്കണില്ല ഞങ്ങള്. അവൻ ഒത്തുപോണ ഒരു പെണ്ണ്, അതേ വേണ്ടു. പണ്ടവും പണവും ഇവിടെ കരുതിയിട്ടുമില്ല അല്ലേ മഹേശ്വരമേ? കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള്. ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നേരം കളയണ്ട, കുട്ടിയെ വിളിക്കാം. എന്താ അത്ര താമസം? അവര് കാത്തിരിക്കാണ്. വേഗം ആവട്ടെ. ചെല്ലു ചേച്ചി. ഓ വേഗം. കാപ്പിയൂടി കഴിഞ്ഞ് ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കണേ ആവാം. അതൊക്കെ ഒരു ചടങ്ങാണല്ലോ ഇപ്പോ. എന്തേ? ഇഷ്ടായോ? മടിക്കണ്ട, വന്നോളൂ. 12 മണി തുടങ്ങിയ വേലായതാ. ഓ, പത്മനാഭന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വരൂ. എന്നിട്ടാവാ നീ. എന്താ കാര്യം? എന്താ? ചായ കുടിച്ചിട്ട് വരൂ. മുത്തശ്ശില്ലേ ഇവിടെ? വിളിക്കുക. കേറിയിരിക്കുക. ആ, ഇത് ചെക്കന്റെ വകയുടെ ഒരു അമ്മാമ. നേരിട്ട് ഇവിടെ വന്ന് പറയണത് എങ്ങനെയാന്ന് കരുതിയിട്ടത്രേ ആദ്യം മൂപ്പര് എന്റെ വീട്ടിലേക്ക് വന്ന്. എന്താണാവോ വിശേഷം? വിശേഷമുണ്ട്, അങ്ങോട്ട് പറഞ്ഞോളോ. ആണായിട്ടും പെണ്ണായിട്ടും സരസ്വതിക്ക് ഒന്നേ ഉള്ളൂ. പറഞ്ഞുല്ലോ അന്ന്. അവിടെയാണെങ്കിൽ വേറെ ആളുകളും ഇല്ല. മിണ്ടുകയും പറയുകയും വയ്യാണ്ട് ആയമ്മ ഈ കുട്ടികളുടെ നടുവില്. ആയമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വർത്തമാനം പറയണം. അതെന്തേ ആദ്യം ആലോചിക്കാഞ്ഞെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു. ആലോചിക്കണ്ടത്രേ. ആയമ്മയുടെ ഏട്ടന്റെ ഭാര്യയുടെ ഇളയച്ചന്റെ മോളൊരു കുട്ടി. അതിന് മിണ്ടുകയും ചെയ്യാം, ശരിയും കേൾക്കാം. ചെക്കന്റെ അമ്മമ്മ ബോംബെന്ന് വന്നപ്പോ അതൊന്ന് ആലോചിച്ചു. പറഞ്ഞു വന്നപ്പോ അവർക്ക് സമ്മതം. അപ്പൊ അതങ്ങോട്ട് ഉറപ്പിച്ചു. ചുരുക്കി പറഞ്ഞ ഇതവരെ ഒഴിയാന്ന്. മുഖം അടച്ചൊരു ആട്ടാട്ടാൻ തുടങ്ങിയതാ ഇയാളെ ഞാൻ. പിന്നെ ഓർത്തപ്പോ ഇയാള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ തോന്നി. എന്നാലും ഒക്കെ തീർച്ചപ്പെടുത്തിയ നിലയ്ക്ക് അത് ശരി തന്നെ. അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യമല്ലേ വലുത്. നമ്മളിപ്പോ എങ്ങനെയാ നിർബന്ധം പിടിക്കുക? ഒന്നും വേണ്ടാന്ന് കരുതി നടക്കായിരുന്നു എന്റെ കുട്ടി. എല്ലാരും കൂടി ആശിപ്പിച്ചിട്ട് ഇപ്പോ. ആശിപ്പിച്ചത് തെറ്റ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ. ഒട്ടനും കൂടിയും കൈവിട്ടതിലേക്ക് ഇനിയിപ്പോ ആരാ? ചിരട്ട കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ. അത് അങ്ങനെയാണ് കഴിയട്ടെ. കാര്യങ്ങൾ അകത്ത് പറഞ്ഞിട്ടുണ്ട്, പറയും. എന്താ എന്താ മുത്തശ്ശി? ഈശ്വരന്മാരെപ്പോഴും നമ്മളെ ചതിക്കന്നെയാ. ഇതൊന്നും നടക്കില്ല അത്രേ. ഒക്കെ വെറുതെ വെറുതെ ആശിപ്പിച്ചു ആ പാവത്തിനെ. അമ്മാമ്മയ്ക്ക് പരിഹസിക്കാൻ ഒരു കാര്യം കൂടി ആയി എന്നല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. മുത്തശ്ശിയുടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കോ ഭഗവതി? നമ്മൾ ഇനിയും ശ്രമിക്കും. ഒക്കെ മറക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന്.
പിന്നെയും വെറുതെ. ഇനിയും വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് തരും ഭഗവതി. ചേച്ചിക്കും ചെറിയച്ചിക്കും ഞാനേ ഉള്ളൂ തുണ. അതെ, ഇച്ചേച്ചിക്കും ചെറിയച്ചിക്കും താൻ തുണ. തനിക്ക് കൂട്ടിന് ചെറിയ ചേച്ചി. ഗോപിക്ക് എങ്ങനെ മതിയല്ലോ. പറയുമ്പോ സ്നേഹിക്ക, പറയുമ്പോ മറക്ക. ഇല്ല, ദാനം തന്നല്ല തനി സ്നേഹം, ഞാൻ പിടിച്ചു വാങ്ങിയതാ. കടയിൽ നോക്കി ഞാൻ ഗോപിയെ. രാമൻകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു. കുട്ടിക്കാലത്ത് അഞ്ജലി അശ്വതിയൊക്കെ ഈ പുഴ മുറിച്ചിടുന്ന സ്കൂളിൽ പോവാറ്. ഓർമ്മയുണ്ട് അഞ്ജലിക്ക്? നിറയെ വെള്ളം ഉണ്ടായിരുന്ന ഒരു ദിവസം പിന്നിലിടന്ന് ഇച്ചേച്ചി ഒഴുക്കിൽ പെട്ടു. പാവത്തിന് ഒച്ചയുണ്ടാക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളാരും കണ്ടൂല്ലേ. കടവത്തുണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടും പകച്ചു നിന്നു. പെൺകുട്ടികളെ തൊടാവോന്നായിരുന്നു അപ്പൊ ചിന്ത. പിന്നെ ആരൊക്കെയോ ഇച്ചേച്ചിയെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നപ്പോ കണ്ടുവന്നവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. കുറ്റബോധം കൊണ്ട് എന്തോ ഇച്ചേച്ചിന്റെ ഒരു കവിതയ്ക്ക് വിഷയമായിട്ടുണ്ട് ഒരിക്കല്. ആ കടം എന്നെങ്കിലും വീട്ടിൽ നിന്നുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച വിരോധാവും ആ കുട്ടിക്ക്. ഇല്ലത്തെ പ്രാരാബ്ദങ്ങളുണ്ട്. ദാരിദ്ര്യം, കഷ്ടപ്പാട്, തളർവാദം വന്ന് കിടക്കണ അച്ഛൻ, പ്രായം കഴിഞ്ഞിട്ടും വേളി നടക്കാത്ത ഒപ്പോള്. അതിനിടയിലേക്ക് കൈപിടിച്ചോണ്ട് ചെല്ലാന്ന് പറഞ്ഞ അറിയാം. ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ശാന്തി കൊണ്ട് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഒരു ജോലി കിട്ടുന്ന വരെയുള്ള പ്രയാസം. എന്നാലും ഈ ചേച്ചിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്റെ കുട്ടിക്ക്. രാഹുകാലം ആവണേന് മുമ്പ് ഇറങ്ങാം. കവിത മടങ്ങിയതോ അതോ ഇന്റർവ്യൂ കാർഡോ? അപ്പോയിന്റ്മെന്റ് ഓർഡർ. പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒട്ടും. അപ്പൊ തന്റെ ശാന്തി കഴിഞ്ഞു സാരം. ഇനി അല്പ ശാന്തി ആവാം. ഓപ്പളെ ഓപ്പളെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലാ. സാരില്ലേ, പോണം. അച്ഛാ, ദാ ഉണ്ണിക്ക് ജോലി ശരിയായിരിക്കണോ? അച്ഛന്റെ വിഷമം വേണ്ട. ശാന്തി ഒന്നും മുടങ്ങില്ല. ശങ്കരപ്പനോട് പറയാം. ശിവന്റെ അമ്പലത്തിലെ മാത്രം കൊണ്ട് പോരാണ്ടായിരിക്കണമെന്ന് നാള് പറയണ്ടായി. എന്താ ഇത്? ജോലി കിട്ടിയച്ച സന്തോഷിക്കല്ലേ വേണ്ടത്? അറിയാ, പോവാണ്ട് വയ്ക്കോ. പോയി താമസിക്കാനൊരു ഏർപ്പാടായ കൊണ്ടുപോയില്ലേ ഞാൻ അങ്ങോട്ട്? വണ്ടി ആഫീസ് വരെ അശ്വതിക്കും വരായിരുന്നു. ഇല്ലാന്ന് അവള് തന്നെയാ പറഞ്ഞ്. കരച്ചിൽ ഓരോരുത്തരെ. അത് പിന്നെ വ്യസനം ഉണ്ടാവില്ലേ? പെട്ടെന്നൊന്നും ഓടി പോരാൻ പറ്റില്ലല്ലോ, ദൂരം കുറെ ഉള്ളതല്ലേ. 2 ദിവസം കഴിഞ്ഞ് അശ്വതി ഇല്ലത്തേക്ക് അയക്കണം. ഇല്ലത്തിപ്പോ ഇവളെ കാണാണ്ട് ഇരിക്കാൻ പറ്റാണ്ടായിട്ട് എല്ലാവർക്കും. ഗോപിയുടെ ഉത്തരവാദിത്തങ്ങള് എനിക്ക് ബോധ്യമുണ്ട്. കൂടെ നിൽക്കേണ്ടവനെ ഞാൻ. അറിയാലോ ഗോപിക്ക് ഒരു ജോലി ഒരുപാട് നാളായിട്ട് എന്റെ മോഹ. പോരാത്തതിന് ഇല്ലത്തെ ചുറ്റുപാടുകളും. ഭാരതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായ
എനിക്ക് എഴുതണം. കൂടുതലൊന്നും പറ്റിയില്ലെങ്കിലും കഴിയുന്ന പോലൊക്കെ ഞാൻ ശ്രമിക്കാം. എന്റെ മനസ്സും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവും. ചെറിയേച്ചി ചെറിയേച്ചി ഇങ്ങനെ തുടങ്ങിയാലോ? മുത്തശ്ശി ദേഷ്യത്തിന് എന്തോ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അസത്ത കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയോള. അച്ഛനും നിങ്ങൾക്കൊക്കെ നാണക്കേടുണ്ടാക്കി കൂടെ പോയോളാം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ചെറിയേച്ചി സങ്കടപ്പെടുത്തിയിട്ട് ആരും ഇവിടെ കല്യാണം നടത്താൻ പോണില്ല. രാമൻകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ബോധിച്ചു. ചെറിയേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയാളൊക്കെ എന്താ ഒരു കുറവ്? സ്കൂള് മാഷ്, കുടുംബ മഹിമയുണ്ട്, പ്രായം അത്രയ്ക്ക് അധികമൊന്നുമില്ല. പിന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചത് 3 മാസം ആ പെണ്ണ അയാളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. അതില് കുട്ടികളൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട. കല്യാണം കേൾക്കുമ്പോ പേടിയാവുക. പിന്നെ എന്താ നിന്റെ ഭാവം? എന്നാ എന്റെ കണ്ണടയാന്നറിയില്ല. കോടതിന്ന് വിധിയായാൽ ഇറങ്ങി കൊടുക്കണം വിടുന്ന. എങ്ങനെ പോവും? ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. നീ മാത്രല്ലല്ലോ, ഇവളെയും കഷ്ടപ്പെടുത്തണോ? ഈ ചെറുപ്രായത്തില് നിങ്ങൾക്ക് വേണ്ടി അവള് കിടന്നോടണം. ചെറിയേച്ചി ശപിക്കരുത്. നീ ഒരു ദിവസം ഒരു ദിവസം സ്നേഹിച്ച ആളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളതാ ചെറിയേച്ചി. മനസ്സിന് പോയിട്ടില്ല ഇപ്പോഴും. ശല്യം ഒഴിവാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെറിയേച്ചിക്ക് സമ്മതം. ഏത് കല്യാണത്തിനും നമ്മളെ കുറിച്ച് ഓർത്തുള്ളൂ. ചെറിയേച്ചി പറഞ്ഞത് കാര്യല്ലേ? ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ബാധ്യത ഒഴിവാക്കാനാണോ നമ്മള്? വേണ്ട, ഒന്നും വേണ്ട. വേണം, ഒക്കെ വേണം. ചെറിയേച്ചി ഇപ്പോഴും അയാളെ സ്നേഹിക്കണുണ്ടെങ്കിൽ അയാളെ തന്നെ ചെറിയേച്ചി കല്യാണം കഴിക്കണം. ഞാനൊന്ന് പോയി സംസാരിക്കാം അയാളോട്. നടക്കും, നമുക്ക് നടത്തണം. എനിക്കിപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ. ആ കുട്ടിയുടെ അച്ഛനാ അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞില്ലേ? രണ്ടുപേർക്ക് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചൂടെ? വിരോധം ഉണ്ടായിട്ടല്ല, അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പകയുണ്ട്. ഞാനൊന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലോ? നല്ല കാര്യായി. എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 ആണും 4 പെണ്ണുവാ. മൂത്ത ഏട്ടന് 40 എന്നിട്ട് ഇപ്പോഴും അമ്മയെന്ന് അമർത്തി മൂളിയ ആ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിക്കും മൂപ്പര്. അമ്മയുടെ സമ്മതം വേണോ? നമുക്കൊരു രജിസ്റ്റർ ഓഫീസിൽ ആവായിരുന്നു അന്നാണെങ്കിൽ. ഇനിയിപ്പോ വീട്ടിലാകെ പ്രശ്നമാവും. ഞാനും അല്പം പ്രാക്ടിക്കലായിരുന്നു കുട്ടികളൂ. അമ്മ സമ്മതിച്ചാ സമ്മതിക്കേ? ശ്രമിച്ചു നോക്കാം ഞാൻ. ഇപ്പൊ ഇറങ്ങിക്കാണ് ഇവിടുന്ന്. ഒരാലോചന കൂടെ വന്നിരിക്കണു. അങ്ങനെ പറയരുത് ദേവി ചേച്ചി. ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്. ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൂടെ തല്ലി ചതപ്പിച്ചു. 3 മാസാ നാണുവേദ്യയോട് പിടിച്ചിൽ നടത്തിയത്. കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെണ്ണ ഇപ്പോഴും പോയിട്ടാണ് മനസ്സിന്ന്. പോലീസുകാർ തല്ലിയൊന്നുമില്ല. കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ. നീ ഉണ്ടോ? കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണിന്റെ ചെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണിനെ വിളിച്ചുണ്ടാവും. വന്നാലും ഞാൻ കേറ്റും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിലെ മോളിൽ താലിയുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ദേവി ചേച്ചി സമ്മതിക്കില്ലെന്ന്. അപ്പൊ സതീശ് എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് ഇഷ്ടാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന്. ഇങ്ങനെ ഇറങ്ങു ഗോപി, നമുക്കില്ല അഭിമാനം. ഭരതൻ മാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടുന്നല്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവളൊന്ന് പ്രേമിച്ചു പോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്നേ അങ്ങനെ വേണ്ട ചേടാ. താൻ എന്തായി കാണിച്ച്? ആ തള്ളെ പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിക്കാൻ വന്നിട്ട് ഓടണ പട്ടിക്ക് 1 മുഴം മുമ്പേന്നാ പട്ടി വടിമേൽ വന്ന് വീണതാ. നോക്കിക്കോ. രാമകുട്ടി ഒന്ന് നിക്കണേ. വിളിച്ചു. എന്തേ? വാ. നീ അകത്ത് പോ. എന്താ? ഇയാളവിടെ ഇരിക്കേ. അവിടെ നിക്കേ. നീ അവിടെ നിക്ക്. രമേ, ഉമ്മറത്ത് കണ്ടി ചായ എടുക്കേ. പാലുണ്ടാവില്ലേ? കട്ട മതി. ഇങ്ങോട്ട് വന്നു രാമകുട്ടി. അല്ല, ഈ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോ 5 ലക്ഷവും ഒരു മാരുതി കാറും 100 പവനൊക്കെ ചോദിക്കണത്. എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രയ്ക്കൊന്നും വേണ്ട. 1 ലക്ഷവും 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് ഉറപ്പിക്കാം. ചുവന്ന മാരുതിക്കാർ തന്നെ വേണോ? ചോന്നതാ നല്ലത്.
പച്ചയായാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ. പുതിയ തന്നെ വേണ്ട നമുക്ക്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടാവോ? 10, 100, 1000, 10,000 ലക്ഷം. 5 പൂജ്യം. അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ. അതിന്നും കളയാൻ നമുക്കൊരു പൂജ്യം. ബാക്കി ദേവകി ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചോ നമ്മൾ കുറപ്പിക്കുന്നു. ഗോപിയേ 1000 രൂപ 5 പവനോ? ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ നീയേ. ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അത് എന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന്. തലേന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റുണ്ടായ ചെക്കൻ ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ് തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്തെന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിട്ടെ പെണ്ണിനെ ഇതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റ തന്നെയാ. ഏറ്റല്ലോ. താൻ എന്റെ അക്രമയെ കാട്ടിയത് 50,000 ഉറുപ്പികയും 20 പവനും നടക്കുന്ന കാര്യമാണോ? ഇതിൽ കൂടുതൽ കാല് പിടിക്കാൻ എനിക്ക് വശില്ല. ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെന്നാണോ നീ പറയണത്? അയ്യേ, സ്ത്രീധനേ. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രയ്ക്ക് സ്ത്രീധന വിരോധിയാ. ഇത്രയ്ക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. അപ്പൊ മുത്തശ്ശി ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം? അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരിയമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരിയമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചുണയുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കൈയും പിടിച്ച് സ്ലോ മോഷനിലൊരു പോക്ക്. വേണ്ട വേണ്ട വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ചേൽപ്പിക്കാം. അവനെവിടെ ഗോപി? മോളിലുണ്ട്. ഇവിടെ വിളിക്കേ. ഗോപി, ദാ ഏട്ടൻ വിളിക്കണോ? ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ, നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിലേറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ? ആ ശേഖരൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം. മറച്ചു കൊടുത്ത 15,000 പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കും നീ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വിറ്റ് കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടമെടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയി 5,000 റുപ്യ വാങ്ങി. എന്തിനപ്പം നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ. എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞ താ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനമായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ? എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞോട്ടെ. ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയച്ചയുടെ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 ഉറുപ്പിയും 20 പവനും. മുമ്പിൽ ഒരു വഴിയും തെളിയില്ല. ചെറിയച്ചയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അല്ലെങ്കിലും
പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ?